കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇന്ന് ഇതാ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നുമില്ല, മടിയാണ് മെയിൻ. പിന്നെ ഇപ്പം അല്ലറ ചില്ലറ പിന്നെ വേദനകളും ക്ഷീണങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാൻ, ഉമ്മ, ഫാമിലി ആയിട്ട് നമ്മളിന്ന് പുറത്ത് പോവാണ്. അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല മഴക്കാറ് ഇത് ആകാശത്തുണ്ട് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ പൂപ്പൊലി കാണാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളെ വയനാടിൻ്റെ ഒരു വലിയൊരു ഫെസ്റ്റിവലാണ് കേട്ടോ പൂപ്പൊലി. അവിടെയൊക്കെ എത്തുമ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ബ്ലോക്കിൽ പെട്ട് 5 മണിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു 4 മണിക്കെങ്കിലും ഇറങ്ങണം കേട്ടോ. അങ്ങനെ പെരും ബ്ലോക്കിലും ഇതിലൊക്കെ പെട്ട് നമ്മളങ്ങനെ പൂപ്പൊലീൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ പടച്ചോനെ, നമ്മൾ ഉംറക്കൊക്കെ പോയ ഫീലായിരുന്നു. പക്ഷെ കാഴ്ച കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പല പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളെ ജീവിതത്തിൽ കാണാത്ത തരം ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്ഭുതപ്പെട്ടു പോന്നേ. ഇതൊക്കെ അവരെ കഷ്ടപ്പാടാണ്. ഓരോരുത്തരും എത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ട്, പിന്നെ പണ്ടത്തെ അതേപോലെ തന്നെയൊക്കെ ആയിരുന്നു ഏകദേശം. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ തിരക്കിൻ്റെ കാര്യത്തിൽ അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെ ഈ ടെഡി ബിയറിനെ കണ്ടു കേട്ടോ. ആ ടെഡി ബിയറിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ മക്കളൊക്കെ എല്ലാവരും ഓരോരുത്തർക്ക് ഓടി വന്നിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മളെ വിംസിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബോഡി പാർട്സൊക്കെ വെച്ചിട്ട് അത് കാണാൻ വേണ്ടി പോയി. അത് കണ്ട് കുറേ അന്തം വിട്ട് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല പാലടയും ബോളിയും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കഴിച്ച്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബോളിയും അടപ്പായസവും കഴിക്കുന്നത്. കുറേ കാലമായി കഴിക്കണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇവിടെ നിന്ന് കഴിച്ചിട്ടോ. അങ്ങനെ പിന്നെ റൈഡ്സിൻ്റെ സെക്ഷനിലാണല്ലോ പിന്നെ മെയിനായിട്ട് നമ്മൾ താങ്ങൽ. അവിടെ പോയപ്പോൾ മക്കൾക്ക് ഈ ഒരു റൈഡ് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ മക്കളെ ഇതിലോട്ട് കയറ്റി ബാക്കിയുള്ളവർ വേറെ റൈഡ് കയറി. പിന്നെ ഞാനും ഉമ്മയും പോസ്റ്റായിട്ട് അവിടെ ഇരുന്ന് മക്കളെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് ഈ ഒരു വിഷ്വൽ കാണുന്നത്. കാരണം അത്രയ്ക്ക് തിരക്കായും കൊണ്ട് ഇതിൽ കൂടെ ഒന്നും വരാനേ പറ്റൂലായിരുന്നു കേട്ടോ.